ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പുതിയ കഥയിലേക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നന്ദൻ വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ബോറടിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അയലത്തെ വീട്ടിൽ നിന്ന് ആനിച്ചേച്ചിയുടെ ആ ഒരു ശബ്ദം കേട്ടത്. അങ്ങനെ നന്ദൻ അവിടേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇനി ഞാൻ കഥ പറയാൻ പോകുന്നത് നന്ദന്റെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം കഥ എല്ലാവരും കേട്ടിരിക്കുക, പിന്നെ കഥ ആസ്വദിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം മുഷിപ്പിക്കാതെ നമ്മൾ കഥയിലേക്ക് പോകണം കേട്ടോ. സമയം അപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരിക്കും. ആ സമയത്തായിരുന്നു ആനിച്ചേച്ചി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അമ്മയെ വിളിക്കുന്നത്. ചേച്ചി ഒന്നിങ്ങോട്ട് വരുവോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് അമ്മ അവിടേക്ക് ഓടിച്ചില്ലെന്നത് ഞാൻ കണ്ടു. അപ്പോഴും ആനിച്ചേച്ചി ഒരു മുഷിഞ്ഞ കോലത്തിൽ തന്നെയായിരുന്നു. മുടിയെല്ലാം ഒരാഴ്ച കുളിക്കാത്തതുപോലെ ഇങ്ങനെ നിവർന്നും പരന്നുമൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്ന വേഷമാണെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റിയാണ് ഇട്ടേക്കുന്നത്. ആ സമയത്ത് തന്നെ മൊത്തത്തിൽ ഞാനും ശ്രദ്ധിച്ചു. എപ്പോൾ കണ്ടാലും ഒരു ദാരിദ്ര്യം പിടിച്ച് നോട്ടം തന്നെയാണ് ആനി ചേച്ചിയുടേത്. ചേച്ചിക്കൊരു നല്ല ഡ്രസ്സ് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഈ ജോർജേട്ടനെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് ആനി ചേച്ചി ഞാൻ നിൽക്കുന്നിടത്തേക്ക് നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു, മോനോട് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വെച്ച് ഇന്ന് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിർത്തി. ആ സമയത്ത് ആനി ചേച്ചി കുറച്ച് മീനും കാര്യങ്ങളൊക്കെ അമ്മയുടെ കയ്യിൽ എടുത്തു കൊടുത്തു. മോനും ഇവിടെ ഉള്ളതല്ലേ, എന്തെങ്കിലും വറുത്തോ കരിച്ചൊക്കെ കൊടുക്കുക ചേച്ചി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചു. അത് അവിടെ പുഴയിൽ നിന്ന് കിട്ടുന്ന മീനാണ്, അതുകൊണ്ടാണ് ഇത്ര സ്പെഷ്യാലിറ്റി. ആനി ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ വള്ളം ഇടുന്നതുകൊണ്ട് തന്നെ വള്ളക്കാര് കൂലിയായിട്ട് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് ഒരു വാടക എന്ന പോലെ അങ്ങനെ കൊടുക്കുന്നതാണ്. പണ്ട് ഞാൻ അവിടേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മീനുണ്ട് പുഴയിൽ. അതുകൊണ്ട് തന്നെ പുഴമീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വള്ളം അവിട്ടിട്ട് തന്നെ പോകുന്നത്. അങ്ങനെയാണ് ആനിച്ചേച്ചിക്ക് ഈ സാധനമെല്ലാം കിട്ടുന്നത്. അങ്ങനെ ഒരുപാടായ സമയത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഞാനതെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അമ്മ ആനിച്ചേച്ചിയോട് ചോദിച്ചത്, കൃഷിഭവനിൽ നിന്ന് വിത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ വാങ്ങിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ ആണെന്നുണ്ടെങ്കിൽ ആനിച്ചേച്ചി ഒന്ന് ഞോണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉറക്കവാ. ഇങ്ങനെ തണുത്ത മട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വിത്തെല്ലാം വാങ്ങിച്ചിട്ട് അത് പാകാൻ പറ്റില്ലല്ലോ, അതെല്ലാം അവിടെ കിടന്ന് ചീഞ്ഞു പോകത്തേ ഉള്ളൂ ചേച്ചി. വെറുതെ എന്തിനാ, ആവശ്യക്കാരെങ്കിലും ഉപകരിച്ചോട്ടെ എന്ന് ആനിച്ചേച്ചി പറഞ്ഞു നിർത്തി. എനിക്ക് അന്നേരം തന്നെ കാര്യം മനസ്സിലായി. ജോർജ് ചേട്ടനെ കുറിച്ചായിരുന്നു ആനിച്ചേച്ചി പറഞ്ഞത്. ആളാണെന്നുണ്ടെങ്കിൽ ഒരു പഴഞ്ചനാണ്. എപ്പോഴാണെന്നുണ്ടെങ്കിൽ ശരി തന്നെ ഒരു ചായക്കടയും വീടും അങ്ങനെ ഇങ്ങനെ സമയം കളയുന്ന ഒരു മനുഷ്യൻ. പിന്നെ ഇടയ്ക്ക് ആരെങ്കിലും പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പണിക്ക് പോകുന്ന സ്വഭാവമുണ്ട്. അല്ലാതെ മറ്റൊരു കാര്യവും പുള്ളിയുടെ കയ്യിലില്ല. ശരിക്കും ചില സമയത്താണെന്നുണ്ടെങ്കിൽ ആനിച്ചേച്ചിക്കനെ മടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള അടിയും വഴക്കമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുറിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കേൾക്കാൻ പറ്റും. രണ്ടുപേരും കൊണ്ട് നല്ല കസർത്ത് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ. രണ്ടുപേരും മാത്രമുള്ളൊരു വീടായിരുന്നു അത്. കുട്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആനിച്ചേച്ചിയും ജോർജ് ചേട്ടനും ഇല്ല. പിന്നെ ഒരമ്മായിമ്മ ഉണ്ടായിരുന്നു, അതായത് ആനിച്ചേച്ചിയുടെ അമ്മായിമ്മ. ജോർജ് ചേട്ടൻ്റെ അമ്മ എന്ന് പറയും. ആള് ഒന്ന് അടിയിട്ട് പിണങ്ങിപ്പോയതാണ്. പിന്നീടാണെങ്കിൽ ആളെ ഇതുവഴിയൊന്നും കണ്ടിട്ടില്ല. കാരണം ആനിച്ചേച്ചിയുമായിട്ട് ഒട്ടും ചേരുന്നില്ലായിരുന്നു. അങ്ങനെ അമ്മയും ആനിച്ചേച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആനിച്ചേച്ചി എന്നെ ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള മീനുമായിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. കറി വെക്കാനും പിന്നെ പൊരിക്കാനും ഒക്കെ ആയിരിക്കാം എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അമ്മ അവിടേക്ക് വന്നത്. നിനക്ക് എന്താ വേണ്ടേ, മീൻ പൊരിച്ചു വേണോ അത് കറി വെച്ച് വേണോ? ആ, ഏതായാലും പൊരിച്ചിട്ട് തന്നെ മതി. പിന്നെ ആ ഒരു വൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാനിങ്ങനെ അമ്മയടുത്ത് പറയുമ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെ അടിക്കാൻ വന്നു. ആദ്യമൊക്കെ എല്ലാവരും വൈനും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്, അത് കഴിയുമ്പോഴാണ് പിന്നെ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ വേണ്ടത്. എനിക്കറിയാം നിന്റെ കാര്യങ്ങളൊക്കെ എന്ന് അമ്മ പറഞ്ഞിട്ട് പോയി. അപ്പൊ തന്നെ ഞാൻ അമ്മയടുത്ത് ചോദിച്ചു, അപ്പുറത്തെ വീട്ടിൽ ആനിച്ചിച്ചിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വൈൻ ഉണ്ടാക്കുമല്ലോ, അമ്മയ്ക്ക് അവിടെ നിന്ന് പോയി ചോദിച്ചൂടെ? പിന്നെ നിനക്ക് വേണ്ടിയിട്ട് വൈൻ ചോദിക്കലല്ലേ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞ് അമ്മ അപ്പുറത്തേക്ക് പോയി. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അവിടെ പോയി ചോദിക്കേ, എനിക്ക് വയ്യ അവിടെ പോയി നാണം കെടാനൊന്നും എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വൈൻ കുടിക്കാൻ വല്ലാത്തൊരു മോഹമായിരുന്നു. ഞാനിതുവരെയും ആനിച്ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. ആ സമയത്തായിരുന്നു ആനിച്ചേച്ചി ഒരു ഭാഗ്യം എന്ന പോലെ അവിടെ വന്നിട്ട്, ചേച്ചി നന്ദൻ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടുവോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ദേ ബൾബ് എത്തുന്നില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ എത്തത്തുമില്ല, അവനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാവോ എന്ന് ചോദിക്കുന്നത്. ഓ, വല്ലാത്തൊരു ഭാഗ്യം തന്നെ എനിക്ക്. ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അനുചേച്ചിയുടെ അടുത്ത് നിന്ന് വൈനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കുടിക്കാലോ എന്ന് തന്നെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്.
അങ്ങോട്ട് ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആനിച്ചേച്ചി അവിടെ അടുക്കളയിൽ മീൻ പൊരിക്കുന്ന ആ മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആനിച്ചേച്ചി എന്നെ അങ്ങോട്ട് വിളിച്ചു, എടാ നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. എന്തുകൊണ്ട് ആനിച്ചേച്ചി വിശേഷങ്ങളൊക്കെ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണെങ്കിൽ ചേച്ചിയുടെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റില്ല, ഇവിടേക്ക് കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, ദേ ഇതാ ചേച്ചി കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ് ഞാൻ ആനിച്ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കുന്ന സമയത്ത് ആനിച്ചേച്ചി എൻ്റെ അടുത്തായിട്ട് തന്നെ പറഞ്ഞു, ആ എവിടെയാണെന്നുണ്ടെങ്കിൽ മിഠായി കഴിക്കാൻ ഇപ്പം ആരാടാ, ഈ മിഠായി മാത്രമേ കൊണ്ടുവന്നുള്ളൂ എന്ന് ആനിച്ചേച്ചി എന്നോട് തിരിച്ചു ചോദിച്ചു. ആ ചേച്ചി, വേറെ കാര്യമായിട്ടൊന്നും ഞാൻ കൊണ്ടുവന്നില്ല ചേച്ചി, പിന്നെ ഇനി വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പം തന്നെ അനുചേച്ചിക്ക് കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എല്ലാം അടിപൊളിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ആ ചേച്ചി എല്ലാം അഡ്ജസ്റ്റ് ആയിട്ട് തന്നെ പോകുന്നു. ഇവിടുത്തെ അത്രയും സാലറിയൊക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നല്ലേ? ഇവിടത്തെക്കാട്ടി കൂടുതൽ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടും ചേച്ചി. അപ്പം തന്നെ അനുചേച്ചി ഒന്ന് തലയാട്ടി. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, ചേച്ചി എവിടെയാ ബൾബ് ഇടേണ്ടത്? അവിടെയാ മോനെ, നീ വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അനുചേച്ചി എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ അനുചേച്ചിക്കൊപ്പം നടന്നു പോകുമ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ചു. ആ വീട് അലങ്കോലമായിട്ട് തന്നെ കിടക്കുന്നു. ജോർജ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്വമില്ല. ആ സമയത്ത് തന്നെ ഞാൻ അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അനുചേച്ചിയോട് ചോദിച്ചു, ദേ ജോർജ് ചേട്ടൻ എവിടെ ചേച്ചി എന്ന് പറയുന്ന സമയത്ത് തന്നെ ദേ തൊട്ട് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇത് കള്ള് ഷാപ്പിലോട്ട് പോയതേ ഉള്ളൂ. ആളിനി കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയിലങ്ങനെ വരത്തുള്ളൂ. ചിലപ്പം വന്നാൽ വന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് വരും. അത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി. പിന്നെ ഒരു ഹെൽപ്പിനും ആളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അമ്മ എന്താ അവിടെ മീൻ പൊരിക്കുകയാണോ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ആ ചേച്ചി അവരവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദാ ഇവിടെയാണ് കേട്ടോ ബൾബും കാര്യങ്ങളൊക്കെ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബൾബില്ലാതെ പറ്റത്തില്ല. അതൊന്ന് മുറുക്കിയിട്ടാൽ മതി എന്ന് തോന്നുന്നു. ഏതായാലും ഞാനൊരു കസേര കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തു തരാം, നിനക്കാണെങ്കിൽ എത്തും, എനിക്കാണെന്നുണ്ടെങ്കിൽ എത്തത്തില്ല. ജോർജ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ കാര്യമില്ല, ആൾക്കിതൊന്നും മൈൻഡില്ല. നീ രാത്രി വന്ന സമയത്ത് ഇതൊന്നും ബൾബ് മാറ്റിയിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കാല് പോലും ചിലപ്പോൾ നിലത്തുറച്ചെന്ന് വരത്തില്ല. ആ ആളെ കൊണ്ട് ഞാൻ ഈ പണിയൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കാം എന്ന് തന്നെ ആനിച്ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആ ലൈറ്റിങ്ങിനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ആനിച്ചേച്ചിയുടെ തന്നെ പറഞ്ഞു, ഇത് ഇച്ചിരി റിസ്ക് ഉള്ള പണിയാണ് കേട്ടോ ചേച്ചി. മേലിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അപ്പം തന്നെ ആനിച്ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാടാ, നീ എന്തായാലും അത് ശരിയാക്കി താ, എനിക്ക് അത്രയ്ക്ക് പ്രശ്നമായിട്ടാണ് എന്ന് തന്നെ ആനിച്ചേച്ചി എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ തിരിച്ചും മറുപടി പറഞ്ഞു, എന്നാലും ആനിച്ചേച്ചി ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ ഞാൻ എൻ്റെ മേളിലേക്ക് വലിഞ്ഞു കയറി. ആ സമയത്ത് ഞാൻ താഴെ നിൽക്കുന്ന ആനിച്ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് വേറെ ഒന്നും വേണ്ട, ചേച്ചി ഉണ്ടാക്കി വെച്ചേക്കുന്ന വൈനും കാര്യങ്ങളില്ലേ അത് മതി, ഒരു മുന്തിരി വൈൻ അത് മതി കേട്ടോ എന്ന് ഞാൻ അനുചേച്ചിയെടുത്ത് ആ ഒരു കസേരയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ പറഞ്ഞു. ആ ടൈമിൽ തന്നെ അനുചേച്ചി പറഞ്ഞു, ഡീൽ, എന്തൊക്കെയായാലും അത് നമുക്ക് നോക്കാം. വൈനല്ലേ, ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ വേറെ ആർക്കും കൊടുക്കാൻ തന്നെ വെച്ചിരുന്നത്, ഏതായാലും നിനക്ക് തരാൻ തന്നെ ഞാൻ വെച്ചിരുന്ന സാധനമാണ്, അപ്പം നിനക്ക് തന്നെ ഇങ്ങ് തന്നേക്കാം എന്ന് തന്നെ അനുചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ആ ഒരു കസേരയുടെ മുകളിൽ വലിഞ്ഞു കയറി. ശേഷം ഞാനത് റെഡിയാക്കുന്ന സമയത്ത് ആനിച്ചേച്ചി താഴെ നിൽപ്പുണ്ടായിരുന്നു. എനിക്കൊരു സഹായത്തിനും കാര്യങ്ങളൊക്കെ ആനിച്ചേച്ചി നല്ല മിടുക്കാണ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഞാനത് ശരിയാക്കുമ്പോഴും താഴെ നിൽക്കുന്ന ആനിച്ചേച്ചി ഒരു പക്ഷേ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത്. അത് മുഴുവൻ ശരിയാക്കി അവൻ തരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ ചേച്ചിയുടെ മുഖത്ത് ഞാൻ കണ്ടത്. ആ സമയത്ത് തന്നെ ചേച്ചിയുടെ മുഖം കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. ആ ഒരു ദാരിദ്ര്യം പിടിച്ച മുഖമാണെന്നുണ്ടെങ്കിൽ ശരി തന്നെ ചേച്ചി എപ്പോഴും സുന്ദരി തന്നെയാണ്. ചേച്ചിയെ ഇങ്ങനെ ആക്കിയത് ജോർജ് ചേട്ടൻ മാത്രമാണ്, അങ്ങയുടെ ആ നശിച്ച കുടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിൽക്കേണ്ട ആരാണ് ചേച്ചി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ബൾബും കാര്യങ്ങളും ഞാൻ ഒരുവിധം മാറ്റിയിടാനായിട്ട് ശ്രമിച്ചു. അപ്പം തന്നെ എന്തൊക്കെയോ സ്ക്രൂവും കാര്യങ്ങളൊക്കെ താഴെ പോയി. അതെല്ലാം ചേച്ചി എനിക്ക് എടുത്തു തരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ചേച്ചി നല്ലൊരു ഹെൽപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ആ സാധനങ്ങളെല്ലാം ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ ആ ബൾബിലിട്ടു. അങ്ങനെ ഒരു കഴിഞ്ഞ ശേഷം എല്ലാം കഴിഞ്ഞ് ഞാൻ ആ ബൾബിൻ്റെ സ്വിച്ച് ഇടാൻ ചേച്ചി എടുത്ത് പറയുന്ന സമയത്ത് ചേച്ചി ആ സ്വിച്ച് ഇട്ടു. പെട്ടെന്നാണ് കരണ്ടും കാര്യങ്ങളെല്ലാം വന്ന് ആ ലൈറ്റ് കത്തിയതും. അപ്പോൾ തന്നെ ചേച്ചിക്ക് നല്ല സന്തോഷമായി. അത് കണ്ട സമയത്ത് ആ ബൾബ് തെളിഞ്ഞ പോലെ ചേച്ചിയുടെ പല്ലുകൾ തെളിഞ്ഞു. നല്ല മുല്ലമുട്ട് പോലുള്ള പല്ലുകളാണ് ചേച്ചിയുടേത്.
അപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം എല്ലാം അടിപൊളിയായി മോനെ, നീ വന്നത് നന്നായി, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടുപോയനെ എന്ന് തന്നെ ആനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആനിച്ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് വന്ന് തരാമെന്ന് പറഞ്ഞ സാധനം തന്നില്ല കേട്ടോ, അതിന് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതെടുത്തോണ്ട് വേഗം വാ, എനിക്കിപ്പം തന്നെ വേണം. ഞാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അമ്മ മീൻ പൊരിച്ച സമയത്ത് തന്നെ ഇത് വേണമെന്ന് പറഞ്ഞ അമ്മ എനിക്ക് റെഡിയാക്കി തന്നില്ല. എന്തായാലും ആ സമയത്ത് അമ്മ തന്നെ പറഞ്ഞായിരുന്നു, അനുചിച്ച അടുത്ത് തന്നാൽ മതി, അവള് എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വന്നിട്ടുണ്ട്, എന്തൊക്കെയാലും ചേച്ചി എനിക്ക് പറയാമെന്ന് പറഞ്ഞ സാധനം തന്നേ പറ്റത്തുള്ളൂ എന്ന് ശാഠ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഒരു കിണുങ്ങലോടെ അനുചിച്ച് അകത്തേക്ക് കയറിപ്പോയി. എടാ, നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? അതിൻ്റെ കൂട്ടത്തിൽ വൈൻ മാത്രം മതിയോ, അതോ പിന്നെ കേക്കോ എന്തെങ്കിലും കാര്യങ്ങളും വേണോ? അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചേച്ചി, ഒരു മധുര കേക്കും പിന്നെ ഒരു മീൻ പൊരിച്ചതും പിന്നെ വൈനും ഒക്കെ ആയിക്കോട്ടെ, അതാണെന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണല്ലോ. പെട്ടെന്ന് തന്നെ അനുജിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് എന്താണ് ഭ്രാന്തോ, ഇതെന്ത് കോമ്പിനേഷനാണ്, ഇങ്ങനെയൊക്കെ ആൾക്കാരെ കഴിക്കുമോ, അലുവയും മത്തിക്കറിയൊക്കെ പോലെ പോലെ. അത് പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ അനുചിച്ചേട്ടൻ മറുപടി പറഞ്ഞു, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജോർജ് ചേട്ടനും അനുചിച്ചി എങ്ങനെയാണ്, അലുവയും മത്തിക്കറിയും പോലല്ലേ, ആ ഒരു അവസ്ഥയും കാര്യങ്ങളും തന്നെയല്ലേ ഓരോ കോമ്പിനേഷൻ, എന്നിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പോകുന്നില്ലേ എന്ന് ഞാൻ അനുചേച്ചിയോട് തന്നെ പറയുമ്പോൾ അനുചേച്ചി ഒരു പൊട്ടിച്ചിരിയോടെ തന്നെ പറഞ്ഞു, ആ നീ പറഞ്ഞത് കളക്കി, അത് ശരിക്കും ഉള്ള കാര്യമാണ്, ഞങ്ങൾ തമ്മിൽ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കോമ്പിനേഷനാണ്, പക്ഷേ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നു എന്ന് മാത്രം. എന്തായാലും നിന്റെ ഈ ഒരു കോമ്പിനേഷനെക്കാട്ടിലും കുറച്ചുകൂടെ ഭേദമുണ്ട് കേട്ടോ, അലുവയും മത്തിക്കറിയും എന്ന് തന്നെ അനുചിച്ച് എന്നെ നാക്കിയിട്ട് അടുക്കളയിലോട്ട് പോയി. ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നൈപുണ്യ രഹസ്യത്തോടെ ആനിച്ചേച്ചി ഉണ്ടാക്കിയ ആ ഒരു മീൻ പൊരിച്ചതും പിന്നെ ആ വൈനും ആ കേക്കും എല്ലാം എടുത്ത് എൻ്റെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുതന്നെ വെച്ചു, മുഴുവൻ കഴിക്കണം കേട്ടോ, അല്ലാതെ നീ ഇവിടുന്ന് പോകാൻ പാടില്ല എന്നൊരു താക്കീതും എനിക്ക് തന്നു. ആ സമയത്ത് ഞാനിരുന്ന് ഓരോന്നും കഴിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയും കൂടെ പിടിച്ചിരുത്തി, ചേച്ചിയും കൂടെ ഒരു കമ്പനി താ, അല്ലാതെ ഞാനിതോ എല്ലാം ഒറ്റയ്ക്ക് എങ്ങനെയാണ് കഴിച്ചു തീർക്കാം എന്ന് പറഞ്ഞ് അനുചേച്ചിയെ പിടിച്ചിരുന്ന സമയത്ത് അനുചേച്ചിയും ഒരു കമ്പനിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊരുമിച്ചിരുന്ന് ഫിനിഷാക്കാനായിട്ട് നോക്കി. അങ്ങനെ വൈനും കാര്യങ്ങളൊക്കെ ഞാൻ ആനച്ചേച്ചിക്കും കൂടെ കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആനച്ചേച്ചിക്കും ആ ഒരു ലെവല് പോകുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആ സത്യം ആനച്ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇത് ആരോടും പറയാനും വേണ്ട, ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വൈനാണെങ്കിലും ഏകദേശം ഒരു 8 കൊല്ലത്തെ പഴക്കമുണ്ട് കേട്ടോ ഇതിന്. പെട്ടെന്ന് ഞാൻ അത് ചോദിച്ച സമയത്ത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ആനിച്ചേച്ചിയുടെ ആ തുറന്നു പറച്ചിൽ, കാരണം ഇത്രയും കാലം ഈ വൈൻ എവിടെ വെച്ചിരുന്നു, ഇതിവിടെ പണ്ട് മണ്ണി കുഴിച്ചിട്ടിരുന്നായിരുന്നു ഇവിടുത്തെ അമ്മായിയമ്മ, എൻ്റെ അമ്മായിയമ്മ, അതായത് ജോർജേട്ടൻ്റെ അമ്മ. അതിനുശേഷമാണ് പിന്നെ ആള് അടിയിട്ടങ്ങ് പോയായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ടില്ല. ജോർജേട്ടനും ഈ ഒരു സാധനം അറിയില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ എനിക്കൊന്ന് കുടിക്കണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ആ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തതാണ്. ഇനി തള്ള ഇനി ഈ പരിസ്ഥിതി വരുത്തൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനും അനുചേച്ചിയും കൂടെ അങ്ങനെ ഇരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അനുചേച്ചിയെ മൊത്തത്തിൽ നിന്ന് ശ്രദ്ധിച്ചു. രാവിലെ കണ്ട അതേ കോലവും കാര്യങ്ങളും തന്നെയാണ് അനുചേച്ചിക്ക്. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ശ്രദ്ധിക്കാത്തത് എന്ന് ഞാൻ അനുചേച്ചിയോട് ഓപ്പണായിട്ട് തന്നെ ചോദിച്ചു. അപ്പം തന്നെ അനുചേച്ചി മറുപടി പറഞ്ഞു, എൻ്റെ മോനെ, ഇവിടുത്തെ പിടിപ്പെടുത്ത പണിയും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, ചേച്ചി ഇങ്ങനെ മുഷിഞ്ഞ കൊലത്ത് നടക്കുന്നത് അതുകൊണ്ടാണ് എന്ന് തന്നെ അനുചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അനുചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ചേച്ചി, ഞാനൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം, ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് അനുചേച്ചിയോട് ഞാൻ പറയുമ്പോൾ, അതൊന്നും വേണ്ട എൻ്റെ കുട്ട എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ അനുചേച്ചി ഒന്ന് നിർബന്ധിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ബാംഗ്ലൂരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്, അപ്പോൾ തന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കാം. അനുചേച്ചി ഇപ്പം ആ ഒരു ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഒന്നും അല്ലല്ലോ, ആകെ 35 വയസ്സല്ലേ ആയുള്ളൂ, ഇങ്ങനെ ഈ ഒരു പ്രായത്തിലാണെങ്കിലും ഇങ്ങനെ കളയേണ്ട വേണം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ സമയം അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അനുചേച്ചി അവിടുന്ന് എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് പോയി. അയ്യോ, അടുപ്പത്തെ കറി എന്തായെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി. അത് കഴിഞ്ഞ് അനുചേച്ചി അവിടെ എന്തൊക്കെയോ ഇളക്കുകയോ പിടിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം ഒരു കിണ്ണത്തിൽ മാത്രമായിട്ട് കുറച്ച് കറി മാത്രം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ അതിന് ചൂടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി, കാരണം നല്ല പുക പോകുന്നുണ്ടായിരുന്നു ആ കറിയിൽ നിന്ന് തന്നെ.
ഇതെന്താ ചേച്ചി എന്ന് ഞാൻ ചോദിക്കുമ്പോൾ, നീ നിന്ന് തൊട്ട് നോക്കിയേ, അതിന് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണെന്ന്. എനിക്കാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നാവിന് രുചി കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആനിച്ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ കറിയും കിണ്ണവും എല്ലാം എൻ്റെ കയ്യിലോട്ടെടുത്ത് തന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ആനിച്ചേച്ചി എടുത്ത് തന്നതും സ്വല്പം കറി എൻ്റെ ഷർട്ടിലും നേരെ പാൻറ്റിലുമായി. പെട്ടെന്ന് തന്നെ എനിക്ക് അതിൻ്റെ ചൂടേറ്റ് പൊള്ളുന്നുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ മാത്രം. ഞാൻ പെട്ടെന്ന് ആ കറി അനുശേഷിച്ചിട്ട് അതിലോട്ട് കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റു. അശു, എന്ത് പറ്റി? ഞാൻ അറിയാതെ പറ്റിപ്പോയടാ എന്നൊക്കെ അനുശേഷി പറയുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല ചേച്ചി, സാരമില്ല, ഒരു ഇച്ചിരി കറി പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ ആനച്ചേച്ചിയുടെ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എന്നെങ്കിൽ പിന്നെ അത് കഴുകിക്കളയണല്ലോടാ, നീ ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്യാൻ നോക്കിയേ, അല്ലാതെ ഇത് പറ്റത്തില്ല എന്ന് തന്നെ ആനച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സും കാര്യങ്ങളുമാണ്, നല്ല റേറ്റുള്ളതാണ്. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കറ നന്നായിട്ട് പിടിക്കും. അപ്പോൾ തന്നെ ആനച്ചേച്ചി ഒരു പോംവഴി കണ്ടെത്തി. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ജോർജേട്ടൻ്റെ ലുങ്കിയോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തു തരാം, എന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളും ഞാൻ എടുത്തോ, ഞാനത് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം, എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് അല്ലേ, ഞാനല്ലേ അത് ചെയ്തു തരേണ്ടത് എന്ന് ആനച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ വഴിയൊന്നും തോന്നിയില്ല. ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആകെപ്പാടെ ആ ഒരു ഡ്രസ്സ് നശിച്ചു പോകും. ഞാൻ ആശിച്ച് മേടിച്ച സാധനമാണ്, എന്തൊക്കെയായാലും വേറെ ഒന്നും വേണ്ടല്ലോ, ഇത് തന്നെ ചെയ്തു കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ആ കുളിമുറിയിൽ കയറിയിട്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആനിച്ചേച്ചിയുടെ കയ്യിൽ ഉള്ള ഡ്രസ്സും കഴിഞ്ഞ് കൊടുത്തു. അപ്പോൾ തന്നെ ആനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ നീ കുളിച്ചിട്ടൊന്ന് വാ, ശരീരത്തൊക്കെ ആയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മീൻകറിയല്ലേ എന്ന് പറഞ്ഞ് ആനിച്ചേച്ചി എനിക്കൊരു ടവൽ എടുത്തുകൊണ്ട് തന്നു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ കയറി കുറച്ച് സമയം ഒന്ന് ആ ഒരു തണുത്ത വെള്ളത്തിൽ കുറച്ച് സമയം ഇങ്ങനെ നിന്നു. അപ്പം തന്നെ തലയ്ക്ക് നല്ല തണുപ്പായിരുന്നു, നല്ല ചൂടാണല്ലോ പുറത്ത്. അതിൻ്റെ ആ ഒരു ഇതൊന്നും വെള്ളത്തിനില്ല, നല്ല തെളിഞ്ഞ വെള്ളം തന്നെയായിരുന്നു അത്. ആ സമയത്ത് ഒരു കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ ആനച്ചേച്ചി അതെല്ലാം കഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ആനച്ചേച്ചി അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ ചേച്ചി. അപ്പോൾ തന്നെ ആനച്ചേച്ചി പറഞ്ഞു, നീ ഇപ്പം പോകണ്ട, അത് പ്രശ്നമാകും, നീ ഡ്രസ്സ് വിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കില്ലേ, ജോർജേട്ടനെങ്കിലും വന്ന് കണ്ടാലോ. അപ്പോൾ തന്നെ ഞാനത് ദ്രോഹിച്ചു, അത് വേണ്ട, അത് ചിലപ്പം ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ തന്നെ ആനച്ചേച്ചി എല്ലാം കഴുകിയിടുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് സമയടാ, ഇത് ചെറിയ പാൻറ്റും കാര്യങ്ങളല്ലേ, അതൊന്ന് ഉണങ്ങിയിട്ട് നീ നേരെ പൊക്കോ വീട്ടിലോട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മ എന്താ വിചാരിക്കാം, അതിപ്പോൾ നീ എന്തൊക്കെയാലും ഇവിടെ ഇരിക്കുക എന്ന് തന്നെ ആനച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ആനച്ചേച്ചിയുടെ സംസാരം കേട്ട് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ഓരോ സമയം ഞങ്ങൾ ആ വെയിൽ കൊണ്ട് ആ ഒരു ഷർട്ടും പാൻറ്റും ഉണങ്ങുന്നതിങ്ങനെ അവിടെ നിന്ന് നോക്കി നോക്കി നിന്നു. പെട്ടെന്ന് ഉണങ്ങുന്നില്ലല്ലോടാ എന്നൊക്കെ ആനച്ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആനച്ചേച്ചി ഒന്ന് സമാധാനിപ്പിച്ചു. അത് കുഴപ്പമില്ല ചേച്ചി, അതൊക്കെയായാലും കുഴപ്പമില്ല, എനിക്കങ്ങനെ ധൃതിയൊന്നുമില്ല വീട്ടിൽ ചെന്നിട്ട്. ബാംഗ്ലൂർ ജോലിക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു പരിഭ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ ബാംഗ്ലൂർ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? അടിച്ചുപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാംഗ്ലൂരിൽ പോകുന്ന ആൾക്കാരൊന്നും അത്ര ശരിയായിട്ടൊന്നുമല്ല വരുന്നത്. എനിക്ക് പിന്നെ നിന്നെ വിശ്വാസമാണ് ആ ഒരു കാര്യത്തിലൊക്കെ, നീ നല്ല മിടുക്കൻ ചെക്കനാണ് എന്ന് തന്നെ ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ആരും അങ്ങനെ പെർഫെക്റ്റ് ഒന്നുമല്ല, അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ മോശം രീതിയിൽ പോകേണ്ട ആൾക്കാർക്ക് മോശം രീതിയിൽ പോകാം, പിന്നെ നല്ല ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാം, അങ്ങനൊരു സ്ഥലമാണത്. പിന്നെ ഓരോ ലൈഫും അടിപൊളിയായിരിക്കും ചേച്ചി. പിന്നെ ബാംഗ്ലൂരാണെങ്കിൽ അത്യാവശ്യം റഷ്യൻ കാര്യങ്ങളൊക്കെയാണ്. നീ ഏത് പ്ലേസിലാണ് താമസിക്കുന്നത് എന്ന് ചേച്ചീൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ മടിവാളയിലാണ് ചേച്ചി. എൻ്റെ ഒരു കസിനോ മറ്റോ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ, എന്തൊക്കെയായാലും നീ പോകുന്ന സമയത്ത് എന്നെ കൂടെ ഒന്ന് കൂട്ടണം കേട്ടോ, എനിക്ക് അവളുടെ വീട്ടിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ജോർജേട്ടനെ കൊണ്ട് അതൊന്നും നടക്കത്തില്ലെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. ചേച്ചി എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല ചേച്ചി, ചേച്ചിക്ക് എപ്പോഴാണോ ബാംഗ്ലൂർ പോകേണ്ടത് ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ കൊണ്ടാക്കി തരാമല്ലോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ അവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചേച്ചിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആക്കി തന്നാൽ മതിയല്ലോ, പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ജോർജേട്ടൻ്റെ ആ ഒരു അനുവാദങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കണോടാ, അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ആള് വിടുമോ അങ്ങോട്ടൊക്കെ? അപ്പോൾ തന്നെ ഒരു മറുപടിയിൽ തന്നെ ചേച്ചി പറഞ്ഞു, ഇല്ല, ആള് വിടില്ല, അതിൻ്റെ കാര്യത്തിൽ സംശയമാണ്,
അപ്പോൾ തന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. മറ്റൊന്നും ആയിരുന്നില്ല. ചേച്ചി വീട്ടിൽ പോകുവാണ്, ഒരാഴ്ചത്തേക്ക് അമ്മയ്ക്കോ അച്ഛനോ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാംഗ്ലൂർക്ക് വന്നാൽ മതി. എന്നിട്ട് അവിടെ ആരെങ്കിലും വിളിച്ചു ചോദിക്കത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ ജോർജേട്ടൻ പോയി എന്ന് പറയുന്നൊരു സമാധാനത്തിൽ മാത്രമേ ജോർജേട്ടൻ ഇരിക്കത്തുള്ളൂ. അങ്ങനെ വിളിച്ചു ചോദിക്കത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സീനൊന്നുമില്ല. അപ്പം ചേച്ചിക്ക് അടിച്ചു വിളിച്ചൊക്കെ വരാലോ, അത് തന്നെയല്ലേ നല്ല കാര്യം എന്ന് ഞാൻ പറയുന്ന സമയത്ത് ആനി ചേച്ചി ഒന്ന് ചിന്തിച്ചു. അത് അവൻ പറയുന്നത് നല്ല കാര്യം തന്നെയല്ലേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആനി ചേച്ചി ആ നിമിഷം. അങ്ങനെ ആനി ചേച്ചിയുടെയും എൻ്റെയും ചിന്തകൾ ഇങ്ങനെ കാട് മുഴുകി കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ചിന്തകൾ ഇങ്ങനെ കൂമ്പാരം കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചു വീണ്ടും. അങ്ങനെ ആ സമയം ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കഥ കേട്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ബൈ ബൈ.